ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കൂൺ കൊണ്ടുള്ളൊരു വിഭവമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം മസാല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവരുടെ മെനുവിലൊക്കെ മിക്കവാറും മഷ്റൂം മസാലയൊക്കെ കാണാറുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഏതുതരം എണ്ണയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. അപ്പം ഞാനിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെയൊക്കെ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം ചെങ്ങന്നൂരാണ്. കുറേ പറമ്പൊക്കെ ഉള്ളത് കൊണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇടി വെട്ടി മഴ പെയ്യുമല്ലോ, കുറേ വേനലിന് ശേഷമൊക്കെ മഴ പെയ്യുമല്ലോ. ആ സമയത്താണ് മഷ്റൂം ഉണ്ടാകുന്നത്, ഈ കൂണുണ്ടാകുന്നത്. പിറ്റേ ദിവസം നോക്കുക കൂണ് മുളച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഷ്റൂമിന് കിട്ടത്തില്ല. അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ഗ്രാമ്പു, 1 നുള്ളു ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇവ ചേർത്ത് കൊടുത്തു. ഈ കറിയിൽ കുരുമുളക് കടിക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അത് ചതച്ചിടുകയുമാവാം. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വളരെ തിന്നായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ സവാള നല്ലവണ്ണം ഒന്ന് വഴന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. സവാള നല്ലോണം വഴണം, അതിൻ്റെ കളറും നല്ലപോലെ മാറണം. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവിലാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറാവാൻ തുടങ്ങി. നമുക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ മഷ്റൂം മസാല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ അപ്പം പച്ചമണം മാറി വരുമ്പോൾ നമുക്കൊരു മണം അടിക്കാൻ തുടങ്ങും. ആ സമയം വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 പച്ചമുളകാണ്. പച്ചമുളക് എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. എരി വേണ്ടാന്നുണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി എരി ഇല്ല എന്നുണ്ടെങ്കിൽ 2 3 ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ 2 ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് അരിയണം. എന്നാൽ മാത്രമേ നമുക്കിത് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് രൂപത്തിൽ, അത് വെന്തുടഞ്ഞ് കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ടൊമാറ്റോ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ടൊമാറ്റോയും ഉള്ളിയും കൂടി കിടന്ന് വേവണം. നമ്മൾ ഇതുവരെ ഈ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയും ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യമേ കുറച്ച് ഉപ്പിടുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. അതും എരി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാൻ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടിയൊന്നും ചൂടാക്കിയതല്ലാത്തത് കൊണ്ട് അതിനൊരു പച്ചമണം കാണും. അപ്പോൾ ആ പച്ചമണം പോകുന്നത് വരെ നമ്മളിത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ കറി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കേണ്ട. വെള്ളം ചേർക്കാതെ ഇത് ഇളക്കി വഴറ്റി നല്ല വെന്ത് നല്ല കുഴമ്പ് പരുവത്തിൽ ആക്കിയെടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കാതെ എന്താണെന്ന് വെച്ചാൽ കൂണിന് തന്നെ വെള്ളം ഉള്ള ഇതാണ്. അപ്പം ആ വെള്ളത്തിൽ തന്നെ വേവുമ്പോഴാണ് കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കണ്ടോ, ഇത് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് മസാലയൊക്കെ മൂത്ത ഒരു മണം നമുക്ക് വരാൻ തുടങ്ങും. അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്താൽ മതി. ടൊമാറ്റോ ഒക്കെ ചേർത്ത് നല്ല പോലെ വഴറ്റി അത് നല്ല അലിഞ്ഞ ടൊമാറ്റോ ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
കൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് വലുതായിട്ട് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെന്തങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ മസാല എല്ലാ ഭാഗത്തേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ഇതിനകത്തേക്ക് അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്താൽ മാത്രമേ കൂണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് അരപ്പ് ചെല്ലത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഈ സമയത്ത് ചെറുതീയിലിടാൻ ശ്രമിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെ ഈ കറിയിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. കാരണം മഷ്റൂമിന് വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തിൽ വേവുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂണിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായി. കൂണിനൊക്കെ ഒരു കളറ് വ്യത്യാസം വന്ന് മസാലയുടെ ആ കളറൊക്കെ ആയി. ചെറുതീയിൽ ഇതിങ്ങനെ കിടന്ന് വേവട്ടെ. നമുക്ക് ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിത് അഴിച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മുതൽ 7 മിനിറ്റ് എന്തായെന്ന് നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ വെള്ളമുണ്ട്. കാരണം ആ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. ഈ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തു. എന്നാൽ അത് ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് എടുക്കേണ്ടത്. കാരണം നമ്മളത് കഴിക്കുമ്പം കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. പിന്നെ ആവശ്യമെങ്കിൽ ഒരല്പം, ഒരു 1/4 കപ്പ് വേണ്ട, 1/4 കപ്പിലും താഴെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മഷ്റൂം കുറച്ച് വലുതായിട്ട് അരിയണം എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കും, ഇതെല്ലാം കൂടി വെന്ത് കുഴഞ്ഞ് കിട്ടില്ല. അതല്ല, നിങ്ങൾക്ക് കുഴഞ്ഞ രൂപത്തിലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എനിക്കൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പം ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിതിനൊരു മണത്തിന് വേണ്ടിയിട്ട് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. അതുപോലെ നമ്മൾ കറി എല്ലാം ആയ ശേഷമാണ് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്, കറി ആയ ശേഷം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. എന്നാലും കറിക്കൊരു മണം കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി കറിവേപ്പില ഇഷ്ടമില്ല, മല്ലിയിലയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കൂണ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മളെപ്പോഴും അത് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ ശ്രമിക്കുക. ഹൈ ഫ്ലെയിമിലിടരുത്, അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ വെള്ളം അല്പം പോലും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. എന്താ പറയേണ്ടത്, ഈ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഇങ്ങോട്ട് അടിച്ചു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. കാണുന്നുണ്ട് നിങ്ങൾ ഈ കറിയുടെ ടെക്സ്ചർ, നിങ്ങൾ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് കാണിച്ചത്. ഇനി ഞാനിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാൻ മിക്ക വീഡിയോയിലും വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ വീട്ടിലുള്ളത് കൊണ്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ അവൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കറി റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.